നമസ്കാരം. ജെ ലൈഫ് സ്റ്റൈൽ സ്ലീപ്പിംഗ് സ്റ്റോറി ടെല്ലിംഗ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ രാത്രിയുടെ ശാന്തതയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദിനം മുഴുവൻ ഉണ്ടായ തിരക്കുകളും ചിന്തകളും അല്പസമയം മറന്ന് മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാനുള്ള സമയമാണിത്. സുഖമായി കിടക്കൂ, കണ്ണുകൾ പതുക്കെ അടയ്ക്കൂ. എന്റെ ശബ്ദത്തോടൊപ്പം ഈ മനോഹരമായ കഥയുടെ ലോകത്തിലേക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഉറക്കക്കഥയിലേക്ക് സ്വാഗതം. മാന്ത്രിക പേന കിട്ടിയ തെരുവ് ബാലൻ ഭാഗം 2. എന്റെ പേര് അലക്സ്. ആ രാവിലെ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നിരുന്ന കറുത്ത കാർ കണ്ടപ്പോൾ തന്നെ എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നുവെന്ന് എനിക്ക് തോന്നി. കാറിൽ നിന്ന് ഇറങ്ങിയ രണ്ടുപേർ എന്റെ അടുത്തേക്ക് വന്നു. രാജീവ് സാർ, നിന്നെ കാണണം, അവർ പറഞ്ഞു. ഞാൻ ഒന്നും പറയാതെ അവരെ നോക്കി. എന്തിനാണ്? അത് നേരിട്ട് സാർ തന്നെ പറയും. അവരുടെ മുഖം കണ്ടപ്പോൾ അവർ തമാശ പറയുകയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ഓടിപ്പോകാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്താൽ അവർ എന്നെ വീണ്ടും അന്വേഷിക്കും. അതുകൊണ്ട് ഞാൻ അവരോടൊപ്പം പോകാൻ തീരുമാനിച്ചു. കാർ നഗരത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിലൊന്നിന്റെ മുന്നിൽ നിർത്തി. ഞാൻ ഇത്രയും വലിയ ഓഫീസ് ആദ്യമായാണ് കാണുന്നത്. അകത്ത് കയറിയപ്പോൾ എല്ലായിടത്തും സുരക്ഷാ ജീവനക്കാർ, വലിയ ഹാളുകൾ, തിളങ്ങുന്ന നിലം. ഞാൻ മറ്റൊരു ലോകത്ത് എത്തിയതുപോലെ തോന്നി. അവസാനം അവർ എന്നെ ഒരു വലിയ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു വലിയ മേശയുടെ പിന്നിൽ രാജീവ് മേനോൻ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ എന്തോ കൃത്രിമത്വം ഉണ്ടായിരുന്നു. ഇരിക്കൂ അലക്സ്. ഞാൻ ഇരുന്നു. നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നെക്കുറിച്ചോ? അതെ. അദ്ദേഹം ഒരു ഫയൽ തുറന്നു. അതിനുള്ളിൽ ചില ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആളുകളെ സഹായിക്കുന്ന സമയത്ത് എടുത്ത ചിത്രങ്ങൾ. നീ എന്തോ മറച്ചുവെക്കുന്നുണ്ട്, രാജീവ് പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. വിഷമിക്കേണ്ട, നിന്റെ രഹസ്യം എനിക്ക് പറയാം. അദ്ദേഹം മുന്നോട്ട് ചാഞ്ഞു. നിന്റെ കൈവശം ഒരു പ്രത്യേക പേനയുണ്ട്. എന്റെ ഹൃദയം ഒന്ന് നിന്നുപോയതുപോലെ തോന്നി. അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു. പക്ഷേ ഞാൻ ശാന്തനായി ഇരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. രാജീവ് ചിരിച്ചു. നീ നല്ല അഭിനേതാവാണ്. അദ്ദേഹം ഡ്രോയറിൽ നിന്ന് ഒരു പഴയ പുസ്തകം എടുത്തു. പുസ്തകം വളരെ പഴക്കമുള്ളതായിരുന്നു. ഇത് എന്റെ മുത്തച്ഛന്റേതാണ്. അദ്ദേഹം പുസ്തകം തുറന്നു. അതിൽ ഞാൻ കണ്ടെത്തിയ പേനയുടെ ചിത്രം ഉണ്ടായിരുന്നു. ഞാൻ അതിശയിച്ചു. ഈ പേനയെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം കസേരയിൽ പിന്നോട്ട് ചാഞ്ഞിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ നഗരത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ ജീവിച്ചിരുന്നു. ശാസ്ത്രജ്ഞനോ? അതെ. പക്ഷേ ആളുകൾ അദ്ദേഹത്തെ മാന്ത്രികൻ എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ ശ്രദ്ധയോടെ കേട്ടു. അദ്ദേഹം അസാധാരണമായ ചില വസ്തുക്കൾ സൃഷ്ടിച്ചു. അതിൽ ഏറ്റവും ശക്തമായത് ഈ പേന. എന്തിനാണ്? നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ രാജീവ് പെട്ടെന്ന് ശബ്ദം മാറ്റി. പക്ഷേ അത് എനിക്ക് വേണം. അതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. എന്തിന്? അത് ഉപയോഗിച്ച് ഞാൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനാകും. ഞാൻ തലകുലുക്കി. അത് നടക്കില്ല. രാജീവിന്റെ മുഖം കടുത്തു. എന്തുകൊണ്ട്? കാരണം പേന ലോഭികളെ സഹായിക്കില്ല. കുറച്ചു നിമിഷം മുറിയിൽ നിശ്ശബ്ദത. ശേഷം അദ്ദേഹം ചിരിച്ചു. അത് നമുക്ക് കാണാം. ഞാൻ എഴുന്നേറ്റു. എനിക്ക് പോകണം. അദ്ദേഹം തടഞ്ഞില്ല. പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. നിന്നെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് അലക്സ്. ആ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ അപകടസൂചന മുഴങ്ങി. അടുത്ത ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധാലുവായി. പേന എപ്പോഴും ഒളിപ്പിച്ചുവച്ചു. പക്ഷേ ഒരു രാത്രി വിചിത്രമായ ഒരു സംഭവം നടന്നു. ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് എന്റെ പോക്കറ്റിൽ നിന്ന് നീല വെളിച്ചം പുറത്തുവന്നു. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. പേന സ്വയം തിളങ്ങുകയായിരുന്നു. അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പേനയുടെ അറ്റത്ത് ഒരു ചെറിയ പ്രകാശബിന്ദു രൂപപ്പെട്ടു. അത് വായുവിൽ ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങി. എന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വായുവിൽ ഒരു മാപ്പ് പ്രത്യക്ഷപ്പെട്ടു. ഒരു മൽ, ഒരു പഴയ കെട്ടിടം, ഒരു ചുവന്ന അടയാളം. എല്ലാം ഏതാനും നിമിഷങ്ങൾ മാത്രം. പിന്നീട് മാപ്പ് അപ്രത്യക്ഷമായി. ഞാൻ ആ കാഴ്ച മറക്കാതിരിക്കാൻ ഉടൻ ഒരു കടലാസിൽ വരച്ചു. ഇതെന്താണ്? എനിക്ക് മനസ്സിലായില്ല. അടുത്ത ദിവസം ഞാൻ ലൈബ്രറിയിൽ പോയി. പഴയ മാപ്പുകളും ചരിത്രപുസ്തകങ്ങളും പരിശോധിച്ചു. മണിക്കൂറുകൾ അന്വേഷിച്ച ശേഷം ഒരു കാര്യം കണ്ടെത്തി. മാപ്പിൽ കണ്ട മലനഗരത്തിന് പുറത്തുള്ള ഒരു സ്ഥലമായിരുന്നു. പേന എന്നെ അവിടേക്ക് വിളിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഞാൻ യാത്ര തുടങ്ങി. നഗരത്തിന് പുറത്തുള്ള ആ പഴയ സ്ഥലത്തേക്ക്. മണിക്കൂറുകൾ നടന്ന ശേഷം മലയുടെ അടിവാരത്ത് എത്തി. അവിടെ തകർന്നുകിടക്കുന്ന ഒരു കെട്ടിടം. മാപ്പിൽ കണ്ട അതേ കെട്ടിടം.
ഞാൻ അകത്തേക്ക് കയറി. പൊടിയും ചിലന്തിവലകളും മാത്രം. പക്ഷേ ഒരു മുറിയുടെ വാതിലിൽ വിചിത്രമായ ഒരു അടയാളം കണ്ടു. അത് എന്റെ പേനയിൽ കൊത്തിയിരിക്കുന്ന അടയാളം തന്നെയായിരുന്നു. എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അപ്പോൾ പേന ഇവിടെ നിന്നാണോ വന്നത്? ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് തുറന്നില്ല. അപ്പോൾ പേന വീണ്ടും തിളങ്ങാൻ തുടങ്ങി. പേനയുടെ അറ്റത്തുനിന്ന് ഒരു നീല പ്രകാശരശ്മി പുറത്തുവന്നു. അത് നേരെ വാതിലിലേക്ക് പതിച്ചു. ഗ്ർ! വാതിൽ പതുക്കെ തുറക്കാൻ തുടങ്ങി. ഞാൻ അകത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച എന്റെ ജീവിതം മാറ്റിമറിക്കുന്നതായിരുന്നു. മുറിയുടെ നടുവിൽ ഒരു ഗ്ലാസ് പെട്ടി. അതിനുള്ളിൽ എന്റെ പേനയെപ്പോലെ മറ്റൊരു മാന്ത്രിക പേൻ. പക്ഷേ അത് ചുവന്ന നിറത്തിൽ തിളങ്ങുകയായിരുന്നു. ഞാൻ ഞെട്ടി നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അവസാനം നീ അത് കണ്ടെത്തി. ഞാൻ തിരിഞ്ഞുനോക്കി. വാതിലിൽ രാജീവ് മേനോൻ നിൽക്കുകയായിരുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അദ്ദേഹം തുടക്കം മുതൽ എന്നെ പിന്തുടരുകയായിരുന്നു. ഇപ്പോൾ എന്റെ കൈവശമുള്ള നീല പേനയും ആ ചുവന്ന പേനയും അദ്ദേഹത്തിന് വേണം. പക്ഷേ ആ ചുവന്ന പേനയുടെ ശക്തി എന്താണ്? രാജീവ് അതിനെന്തിനാണ് ഇത്രയും ആഗ്രഹിക്കുന്നത്? ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്നെ കാത്തിരുന്നത് അടുത്ത യാത്രയിലായിരുന്നു. അടുത്ത ഭാഗത്തിൽ അലക്സ് കണ്ടെത്തിയ രഹസ്യ ഗവേഷണകേന്ദ്രത്തിനുള്ളിൽ മറ്റൊരു മാന്ത്രിക പേൻ. പക്ഷേ അത് സാധാരണ പേനയല്ല. ചുവന്ന നിറത്തിൽ തിളങ്ങുന്ന ആ പേനയ്ക്ക് പിന്നിൽ വർഷങ്ങളായി മറഞ്ഞുകിടന്ന ഒരു വലിയ രഹസ്യമുണ്ട്. രാജീവ് മേനോൻ എന്തിനാണ് ഈ പേനകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്? നീല പേനയും ചുവന്ന പേനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ മാന്ത്രിക പേനകൾ ആരാണ് സൃഷ്ടിച്ചത്? അലക്സ് ഇനി നേരിടാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ആവേശകരമായ അടുത്ത ഭാഗം ഉടൻ വരുന്നു. കഥയുടെ അടുത്ത ഭാഗം കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ. പുതിയ വീഡിയോകളുടെ അറിയിപ്പ് ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുതേ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം. മാന്ത്രിക പേന കിട്ടിയ തെരുവ് ബാലൻ ഭാഗം 3 ഉടൻ.